സർക്കാർ ജീവനക്കാരുടെ മുൻകാല DA കുടിശ്ശിക ഗഡുക്കളായി വിതരണം ചെയ്യുമെന്ന് ധനകാര്യമന്ത്രി KN ബാലഗോപാൽ. പെൻഷൻകാരുടെയും ജീവനക്കാരുടെയും ദീർഘകാലത്തെ സ്വപ്നമായ ചെർപ്പുളശ്ശേരി ജില്ലാ ട്രഷറിയുടെ പുതിയ സ്വന്തം മന്ദിരം ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ശമ്പളം DA കൊടുക്കുമോ, ശമ്പള പരിഷ്കരണം വെക്കുമോ ഇതൊക്കെയാണ്. അതിന് സംശയം ഇപ്പോൾ തീർന്നിട്ടുണ്ട്. DA ഈ കഴിഞ്ഞ ഏപ്രിൽ മുതൽ ഈ ഏപ്രിൽ 1 വരെ ആകുമ്പോൾ 23% DA ആണ് എന്ന് പറഞ്ഞാൽ ആകെ കിട്ടുന്ന ശമ്പളത്തിൻ്റെ 25%ഓളം അധികം കിട്ടും എന്നുള്ളത് നിങ്ങൾക്ക് ഉദ്യോഗസ്ഥർ കണക്കൊക്കെ അധികം നമ്മൾ പറയുന്നവർക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അതായത് 10,000 മുതൽ 25,000 രൂപ വരെ ഒരു മാസത്തിലധികം ശമ്പളത്തിൽ തന്നെ സാധാരണ കിട്ടും. അവരുടെ പെൻഷൻകാരുടെ DA ആണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. 1-ാം തീയതി വരുമ്പോൾ 10% കൂടി കിട്ടും. കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റൊരു സംശയം, ഇത് ഈ മുൻകാല കുടിശ്ശിക കൊടുക്കുന്നുണ്ടോ? ഇന്ന് അതിന് ഓർഡർ ചെയ്യാൻ ഒപ്പിട്ടിട്ടുണ്ട്. മുൻകാല കുടിശ്ശിക ഗഡുക്കളായി ഈ അടുത്ത വർഷം തൊട്ട് കൊടുക്കും. നേരത്തെ ഞാനിവിടെ വരുമ്പോൾ കഴിഞ്ഞ തൊട്ടുമുമ്പത്തെ ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ 30,000 കോടിയെങ്കിലും ഒരു വർഷം അധികം, അങ്ങനെയാണ് എപ്പോഴും വരുന്നത്, ഒരു വർഷം അധികം. 2 പതിറ്റാണ്ടിനു ശേഷവും കച്ചേരിക്കുന്നിലെ വാടക കെട്ടിടത്തിൽ പ്രവർത്തനം തുടരുന്ന ചെർപ്പുളശ്ശേരി ജില്ലാ അഡീഷണൽ ട്രഷറി ഓഫീസാണ് സ്വന്തം കെട്ടിടത്തിലേക്ക് മാറിയത്. കച്ചേരിക്കുന്ന് TB മൈതാനത്തിനടുത്ത് റവന്യൂ വകുപ്പ് വിട്ടുകൊടുത്ത 20 സെന്റ് സ്ഥലത്ത് 3 കോടി രൂപ ചെലവിലാണ് 822 ചതുരശ്ര മീറ്റർ വിസ്തീർണത്തോടുകൂടിയ കെട്ടിട സമുച്ചയം നിർമ്മിച്ചിരിക്കുന്നത്. കൂട്ടുകാരോടും അവരെ പറയുക, ആയിരക്കണക്കിന് പെൻഷൻകാരുടെയും ജീവനക്കാരുടെയും മറ്റു ഇടപാടുകാരുടെയും ആശ്രയ കേന്ദ്രമായ ഉദ്ഘാടന ചടങ്ങിൽ P. മമ്മിക്കുട്ടി MLA അധ്യക്ഷത വഹിച്ചു. കച്ചേരിക്കുന്നിൽ മിനി സിവിൽ സ്റ്റേഷൻ ആരംഭിക്കാനും ഒരു ഫയർ സ്റ്റേഷൻ തുടങ്ങുന്നതിനുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് മമ്മിക്കുട്ടി MLA അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. ആ കച്ചേരിക്കുന്ന് ആ അർത്ഥത്തിൽ അല്ലെങ്കിൽ തന്നെ സർക്കാർ സംവിധാനത്തിന്റെ വിവിധങ്ങളായുള്ള ഓഫീസുകളുടെ ഒരു സങ്കര കേന്ദ്രമായി നമുക്ക് ഈ കച്ചേരിക്കുന്നിനെ മാറ്റാൻ വേണ്ടി കഴിയും. ഇത്തരം ഓഫീസുകളെല്ലാം തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു സിവിൽ സ്റ്റേഷൻ രൂപീകരിക്കാൻ കഴിയുമോ എന്ന് ആലോചിക്കണമെന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചയും ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ചെർപ്പുളശ്ശേരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു ഫയർ സ്റ്റേഷൻ, ഫയർ ആൻഡ് റെസ്ക്യൂ എന്ന് പറയുന്ന ഒരു ഫയർ സ്റ്റേഷൻ. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിലും ആവശ്യമായ സ്ഥലം നമുക്ക് ഇവിടുന്ന് ലഭ്യമാക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ബഹുമാന്യനായ മുഖ്യമന്ത്രിയോട് ഈ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. കേരള നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട സബ്മിഷനും നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കച്ചേരിക്കുന്ന് നമുക്ക് ഇവിടെ ഫയർ സ്റ്റേഷൻ ആരംഭിക്കണമെന്ന ഉദ്ദേശത്തിൽ ചൂണ്ടിക്കാണിക്കപ്പെടാനുള്ള സ്ഥലവും ഈ പ്രദേശം തന്നെയാണ് എന്ന കൂടിയുള്ള കാര്യങ്ങൾ അറിയിച്ചുകൊണ്ട് അതിനുവേണ്ടിയുള്ള പരിശ്രമം ഭാവിയിൽ നമുക്ക് തുടർന്നു പോകാം. ജില്ലാ ട്രഷറി ഓഫീസർ സാജിദ ആമിയാൻ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. ട്രഷറി മധ്യമേഖല ഡെപ്യൂട്ടി ഡയറക്ടർ PR സിന്ധു റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചെർപ്പുളശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ KT ജംസിയ, വൈസ് ചെയർമാൻ C. ജയകൃഷ്ണൻ, നെല്ലായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP മുനീറ ബാനു, നഗരസഭാ കൗൺസിലർ VP സമീജ്, KSSPA ജില്ലാ പ്രസിഡന്റ് K. ബാലകൃഷ്ണൻ, സ്റ്റാമ്പ് വെണ്ടർ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി CM പ്രദീപ്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ KK അസീസ്, KK സൈതലവി, P. ജയൻ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. അസിസ്റ്റന്റ് ജില്ലാ ട്രഷറി ഓഫീസർ PM പ്രദീപ് ചടങ്ങിന് നന്ദി അറിയിച്ചു. ഉദ്ഘാടനത്തിന് മുൻപായി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഘോഷയാത്രയും സംഘടിപ്പിച്ചു. ആയിരക്കണക്കിന് ജീവനക്കാരുടെയും ആയിരക്കണക്കിന് പെൻഷൻകാരുടെയും ആശ്രയ കേന്ദ്രമായ CCN ചെർപ്പുളശ്ശേരി.